ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. കോട്ടയത്തുള്ള ഒരു മന്ദിരം ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സെക്യൂരിറ്റികളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഞാനൊരു സെക്യൂരിറ്റി ആയതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെയുള്ള സെക്യൂരിറ്റികളുടെ അനുഭവം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറയാൻ. കാരണം 24 ആണ് ഡ്യൂട്ടി. ഈ ഏജൻസി കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, 24 മണിക്കൂർ. ഇന്ന് രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ നാളെ രാവിലെ 8 മണി വരെ ഡ്യൂട്ടി ചെയ്യണം. ഉച്ചയ്ക്ക് 2 മണി മുതലോ ഒക്കെ വന്നിരിക്കാം. പക്ഷെ അത് മെയിൻ ഈ തലമൂത്ത അവിടെ തല നിരച്ച കുറച്ച് ആളുകളുണ്ട്. കാരണം ഇതിൻ്റെ ഹെഡാണ്, ഹോസ്പിറ്റലിൻ്റെ ഹെഡാണ്, മറ്റവരുടെ ഹെഡാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവർ വന്ന് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവരിരിക്കാൻ സമ്മതിക്കത്തില്ല. ചിലർ കണ്ണടയ്ക്കും, മുണ്ടത്തില്ല. എൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു സെക്യൂരിറ്റി നമ്മളുടെ അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ഡ്യൂട്ടി. രാത്രിയിൽ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇരിക്കുക. പിന്നെ രാത്രിയിൽ സീരിയസ് അത്യാധുനിക വിഭാഗങ്ങളൊന്നും ആൾക്കാർ വന്നിട്ടില്ല, രോഗികളില്ലെങ്കിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ മുതൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ഇതാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂർ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ, കാരണം ചിലർക്ക് കൈയും കാലും വേദന ഉണ്ട്, ചിലർക്കല്ല, അത് എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഈ മെയിൻ അധികാരികളുടെ കഠിനമായ നിർബന്ധം ഉണ്ടല്ലോ, ഈ വാശി. കാരണം ഒരു പട്ടാളച്ചിട്ട പോലെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഒഴിവാക്കണം, അത് ചെയ്യാൻ പാടില്ല. അത് ഏത് സെക്യൂരിറ്റി ആണെങ്കിലും അവർ മനുഷ്യന്മാർ തന്നെയാണ്. സെക്യൂരിറ്റി ആണെന്ന് വെച്ച് 24 മണിക്കൂർ നിന്നോളണമെന്ന് ഒരു ഇതുമില്ല. കാരണം അതൊക്കെ ശരിക്കും ഇത് ആക്ഷൻ എടുക്കണം ഇതിന് വേണ്ടപ്പെട്ട അധികൃതർ. ഹോസ്പിറ്റലിൽ ഏത് സ്ഥാപനത്തിലായി നിന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു പരിപാടിയും വേണ്ട. കാരണം അതുപോലെ തന്നെ ഉണ്ട്. ഈ ഞാൻ പറഞ്ഞില്ല, ഒരു ഹോട്ടലുണ്ടായിരുന്നു, പെൻറ്റഗൺ ഹോട്ടൽ, ഏറ്റുമാനൂർ 101 മൈലിൽ. അവിടെ ഇതുപോലെ തന്നെ സെക്യൂരിറ്റി ഫസ്റ്റിലെ ദിവസം വന്ന് ഇരുന്നു. അവിടെ ഇരുന്ന് സുഖമില്ല, എന്നാൽ മൊബൈലൊക്കെ ഒന്ന് നോക്കിയ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ സമയം പോകണില്ല, ആളില്ലാത്ത സമയം പോകണില്ലല്ലോ. അങ്ങനെ ഇരുന്ന് മൊബൈൽ നോക്കിയ സമയത്താണ് മാനേജർ പറഞ്ഞത്, അത് നടക്കുന്ന കാര്യമല്ല, ഇവിടെ 11 to 11 നിൽക്കണം. പിന്നെ വൈകുന്നേരത്ത് വേണേ ഇരിക്കാം, ഒരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ സമയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം. രോഗികൾ ഏത് സമയത്തും അറ്റൻഡർമാരെ എവിടെയെങ്കിലും പോയി വായും പൊളിച്ചിരിക്കും. ഇതൊക്കെ ഈ സെക്യൂരിറ്റികൾ പോയി നോക്കണം. രോഗികൾ വരുന്നതും, രോഗികളെ തുറന്ന് കാറിൽ നിന്ന് ഇറക്കുന്നതും, സ്ട്രെച്ചറുമേ കയറ്റുന്നതും, വീൽ ചെയറുമേ കയറ്റുന്നതും ഒക്കെ രോഗികൾ വേണം. മറ്റൊരു പേരിന് മാത്രം അവിടെ നിൽക്കും, എന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പിടിക്കും, തൊടും. അതൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ പരിപാടികളൊക്കെ നിർത്തണം. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പാർക്കിങ്ങും കാവലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കൊണ്ട് ഈ പരിപാടി ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ ഏർപ്പാടല്ലത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതും കൂടി ഒന്ന് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തത് ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ.